സഹോദരന്മാരെ, ഇതൊക്കെ കാന്തപുരം ഉസ്താദ് നിർവഹിച്ചത് ഹദ്ദാദ് കൈവടിയാതെ തന്റെ മഹാന്മാരായ മശായിഖുമാരിൽ നിന്ന് കിട്ടിയ ദിക്റുകൾ പാതിരാവുകളിൽ പ്രഭാഷണം കഴിഞ്ഞ് തന്റെ ദീർഘമായ യാത്രകളിൽ ആ നീണ്ട ത്വരീഖത്തിന്റെ ദിക്റുകൾ ചൊല്ലിത്തീർത്തുകൊണ്ടാണ്. ഹദ്ദാദുകൾ കൈവടിയാതെയാണ് ഇന്നും തന്റെ പാഠശാലയിലെ ശിഷ്യഗണങ്ങൾക്ക് ഹദ്ദാദിന്റെ ഇജാസത്ത് കൊടുത്തുകൊണ്ടാണ് ഈ വിപ്ലവം കാന്തപുരം ഉസ്താദ് സാധിച്ചത്. ഇപ്പോഴും റോഡും കരണ്ടും വരണമെങ്കിൽ ഹദ്ദാദ് കൈയൊഴിയണം എന്ന് പറയുന്നവരെ കേവലം കുതിരവട്ടത്തെങ്കിലും ചികിത്സിക്കണമെന്ന് പറയലല്ലാതെ അതിനു മറ്റു മറുപടികളില്ല. ഇരിക്കട്ടെ, ഞാൻ സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. കേവല പള്ളി ദർസുകൾ വിദ്യാഭ്യാസത്തിന് തടസ്സമാണ് എന്ന് ഇപ്പോഴും ചിന്തിക്കുന്ന മുസ്ലിങ്ങളുണ്ടോ? ആ പള്ളി ദർസിൽ നിന്ന് കടന്നു വന്ന പരിഷ്കരണവാദിയാണ്, ആ പള്ളി ദർസിൽ നിന്ന് കടന്നു വന്ന നവോത്ഥാനകാരിയാണ് ശൈഖുനാ കാന്തപുരം ഉസ്താദ്. ആ നവോത്ഥാനത്തിലൂടെ ഇന്ന് കാന്തപുരം ഉസ്താദ് സാമൂഹിക മനസ്സിനെ എവിടെ എത്തിച്ചു? സാമുദായിക രംഗത്ത് ഒരു വിഷയത്തിൽ ഒരു അധികാരിക്ക് ഇടപെടണമെങ്കിൽ അവസാന വാക്ക് കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ നിന്ന് കിട്ടിയാലല്ലാതെ ഈ സാമുദായിക വിഷയത്തിൽ ഒരു കൈവെക്കുവാൻ ആരും ധൈര്യപ്പെടാത്ത അവസ്ഥയിലേക്ക് സാമൂഹിക മനസ്സുകളെ, അധികാര മണ്ഡലങ്ങളെ, ജനാധിപത്യ സംവിധാനങ്ങളെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ ശൈഖുനാ കാന്തപുരം ഉസ്താദിന് സാധിക്കുകയാണ്. പി.ടി.എ. റഹീം MLA എന്ന് പറയുന്ന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പറയുന്നത് പള്ളി ദർസിൽ നിന്ന് ഓതിപ്പടിച്ച് രംഗത്ത് വന്ന് ഇന്ന് സമൂഹത്തിന്റെ ഏത് വിഷയങ്ങളിലും ഒരവസാന വാക്ക് പറയാനുള്ള ചാൻസ് നിലനിർത്തിക്കൊണ്ടാണ് ശൈഖുനാ കാന്തപുരം ഉസ്താദ് മുന്നോട്ട് പോകുന്നത്. മർക്കസ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഒരു പരിച്ഛേദമായിട്ടാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. റഹീം MLA വളരെ ചെറിയ ഒരു നിലയിൽ നിന്ന്, ഒരു ദർസിൽ നിന്ന് വളർന്നു വന്ന് സമൂഹത്തിന്റെ ഉന്നതമായ ഒരു ശ്രേണിയിലേക്ക് A.P. അബൂബക്കർ മുസ്ലിയാർ കടന്നു വന്നിരിക്കുന്നു. അദ്ദേഹം ലോക മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുന്നു. മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ, എല്ലാവിധ പ്രശ്നങ്ങളിലും ഒരു വാക്ക് പറയാനുള്ള അർഹത അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. മർക്കസിൽ ചെന്നാൽ അതിന് ഒരു ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെ അവിടെ കാണാൻ സാധിക്കും. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും അവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളത് ആണ് വസ്തുത. വേറെ ആർക്കും ഇന്ന് വരെ അത് സാധിക്കില്ല. ഇത് പറയുന്നത് ആരോടാ? കഴിഞ്ഞ 60 കൊല്ലക്കാലം നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് സമുദായത്തിൽ നശീകരണ വിപ്ലവത്തിന്റെ കാട് കലക്കിയ അഭിനവ നവോത്ഥാനകാരികൾ ഉറക്കെ ചിന്തിക്കാനുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. ആത്മീയതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് കാന്തപുരം ഉസ്താദ് നടത്തിയ വിപ്ലവം സമൂഹത്തിന്റെ മനസ്സ് മാറ്റി ചിന്തിപ്പിച്ചു. 60 കൊല്ലം 920 വരെ ഹിജ്റ 5 മുതൽ ആരംഭിച്ച ആത്മീയ ചരിത്രമണ്ഡലങ്ങളെ കുഴിച്ചുമൂടി സാമുദായിക ആത്മീയ വിശ്വാസങ്ങളെ കൊള്ള ചെയ്ത കാലഘട്ടത്തിൽ നിന്ന് ഈ സമുദായത്തെ കാന്തപുരം ഉസ്താദ് വിമോചിപ്പിച്ചെടുത്തു. അങ്ങനെ കാന്തപുരം ഉസ്താദ് അടിസ്ഥാനപരമായ ഇസ്ലാമിന്റെ നവോത്ഥാനം കൊണ്ടുവന്നപ്പോൾ കാന്തപുരം ഉസ്താദ് മലയാളികൾക്കിടയിൽ, ഇന്ത്യക്കാർക്കിടയിൽ, ലോക മുസ്ലിങ്ങൾക്കിടയിൽ ശ്രദ്ധേയനായി എന്നാണ് റഹീം സാർ അടയാളപ്പെടുത്തുന്നത്, അടിവരയിടുന്നത്. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് സഹോദരന്മാരെ, ഇതല്ലേ യഥാർത്ഥ ഇസ്ലാമിക നവോത്ഥാനം? ആ നവോത്ഥാനം നിർവഹിച്ചതുകൊണ്ടാണ് ലോക പ്രശസ്തരായ പണ്ഡിതന്മാരായി മഖ്ദൂം തങ്ങൾ അറിയപ്പെട്ടത്. മമ്പുറം തങ്ങൾ ചരിത്രത്തിൽ ഇടം നേടിയത് അങ്ങനെയാണ്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ നവോത്ഥാനവുമായി രംഗത്ത് വരുന്ന നവോത്ഥാന നായകന്മാർ അവർ പ്രവാചകന്മാരുടെ പിൻഗാമികളാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരുടെ സവിശേഷമായ ചരിത്ര ദൗത്യം നിർവഹിക്കുമ്പോൾ ആ പ്രവാചകന്മാരെ പോലെ സമൂഹത്തിൽ സ്വീകാര്യതയും സ്ഥാനമാനങ്ങളും ആപേക്ഷികമായി ഉള്ളവരായി തീരും പണ്ഡിതന്മാർ. പക്ഷേ ഇന്ന് വഹാബികൾ കുമ്പസരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പീഡികത്തിണ്ണയിൽ കിട്ടാവുന്ന പീഡികത്തിണ്ണകളിലെല്ലാം സാമുദായിക മാറിടത്തിലേക്ക് കുഫറിന്റെ കലഹം കൈമാറി എന്നത് ഒഴിച്ചു നിർത്തിയാൽ അരക്കാശിന്റെ സംഭാവന സാമുദായിക രംഗത്തേക്ക് കൈമാറാൻ കഴിയാത്തതുകൊണ്ട് വഹാബികൾ ഇപ്പൊ പറയുന്നത് ഞങ്ങൾ ഇന്ന് സമുദായത്തിൽ 0 ആണെന്നാണ്. സ്വയം കുമ്പസരിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നു ഒരു പ്രവാചകൻ
പ്രവാചകൻ ലോകത്ത് വന്നാൽ ആ പ്രവാചകന്റെ പ്രബോധിത സമൂഹത്തിലെ ഭരണാധികാരികൾക്കും രാഷ്ട്രീയക്കാർക്കും സാധാരണക്കാർക്കും മുതലാളിമാർക്കുമെല്ലാം ആ പ്രവാചകനെ കുറിച്ചറിയും. പക്ഷേ ആ പ്രവാചകന്മാരുടെ പിൻഗാമികളാണ് പണ്ഡിതന്മാർ. അവർ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം സംഘടനകൾ ആ ദഅവത്തിന്റെ ദൗത്യം നിർവഹിക്കേണ്ടവരാണ്. ആ നവോത്ഥാനത്തിന്റെ തുടർ പ്രവർത്തനം നടത്തേണ്ടവരാണ്. പക്ഷേ മൗലവി പറയുന്നത് ആ പ്രവാചകനെ അറിഞ്ഞതുപോലെ നമ്മെ ആരും അറിയുന്നില്ല. ലക്ഷക്കണക്കായ മലയാളികൾക്കിടയിലൂടെ കടന്നുപോയാൽ നമ്മളെ ആർക്കും പരിചയമില്ല എന്ന് കുമ്പസരിക്കുന്നത് ആരാണ്? സാമുദായിക സ്ത്രീകളുടെ അടിപ്പാവാടയുടെ സംഭാവന പോലും സ്വയം അവകാശപ്പെട്ട അഹന്ത നടിച്ച കേരളീയ വഹാബികളുടെ കുമ്പസാരത്തിന്റെ വാചകങ്ങൾ അത് പറഞ്ഞു എന്ന് മാത്രമല്ല, അതിനോട് കൂട്ടിപ്പറയുന്ന മറ്റൊരു ചരിത്രവാചകമുണ്ട്. അതെന്താണ്? തങ്ങളെ ആർക്കും അറിയില്ല, തങ്ങൾ സീറോ ആണ് സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ സംഭാവന സീറോയാണെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് പബ്ലിസിറ്റി കൊണ്ട് ഒരുപക്ഷെ കാന്തപുരത്തെ എറിഞ്ഞേക്കാമെന്നാണ്. അതേ, കാന്തപുരം നിർവഹിച്ചത് ആത്മീയതയിൽ അടിത്തറവാകപ്പെട്ട ഇസ്ലാമിന്റെ യഥാർത്ഥ നവോത്ഥാനമായിരുന്നു. കേരളീയ വഹാബികൾ കൊണ്ടുവന്നത് നശീകരണ വിപ്ലവമായിരുന്നു. നശീകരണ വിപ്ലവം മനുഷ്യനിർമ്മിത സിദ്ധാധാരകൾ ചരമഗീതമടയുന്നത് സ്വാഭാവികമാണ്. ആ സ്വാഭാവിക ചരിത്രം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ആശങ്കയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വഹാബി മൗലവിയുടെ കുമ്പസാരം വല്ലാത്തൊരു കാര്യത്തെ ഞാൻ പറ്റി പറയാം. പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആനിലൂടെ വരച്ചു കാണിച്ച കേസിയുടെ പുസ്തകത്തിൽ ആ വിലാപം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വിലാപം നമ്മൾ പ്രബോധനത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ ആ വിലാപം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വിലാപം എന്ന് പറയുന്നത് ലോകത്തെവിടെയെങ്കിലും ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ പ്രവാചകനെ അറിയാത്ത ഒരു മനുഷ്യരും ആ നാട്ടിൽ, അതായത് ആ പ്രവാചകൻ അറിയാത്ത ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല ആ നാട്ടിൽ. ഒരു പ്രവാചകൻ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ ചെറ്റക്കുടിലുള്ളവരുടെയും മുഴുവൻ രാജകൊട്ടാരത്തിലുള്ളവരുടെയും ചർച്ച ആ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു. നമ്മളെ കുറിച്ച് ആർക്കറിയാം? ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം? കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം. 60 കൊല്ലം അറബി കോളേജിന്റെ അഹന്ത പറഞ്ഞ് സാമുദായിക മനസ്സുകളിൽ കുഫറിന്റെ കലഹം വിതച്ച് ശിഥിലീകരണമുണ്ടാക്കിയ കേരളീയ വഹാബികളുടെ മുമ്പിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ ദൗത്യത്തിന്റെ നിർവഹണം മുന്നോട്ട് കൊണ്ടുപോകാൻ കാന്തപുരം ഉസ്താദ് തയ്യാറായി. എന്തായിരുന്നു പ്രവാചകന്മാരുടെ പ്രബോധന ശൈലി? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്ത് എന്ന് പറയുന്ന ചിരപുരാതന ചരിത്ര ഭൂമികയിലേക്ക് തന്റെ ദഅവത്തുമായി കടന്നു വരുമ്പോൾ, തന്റെ നവോത്ഥാനവുമായി കടന്നു വരുമ്പോൾ ആ നവോത്ഥാന ദൗത്യത്തിന്റെ അജണ്ട പ്രഖ്യാപനം നടത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുന്നത് ഫറോവ എന്ന് പറയുന്ന അക്കാലഘട്ടത്തിലെ ഏറ്റവും ഭരണകൂട ഭീകരനായ ഫറോവയുടെ അധികാര സിംഹാസനത്തിന്റെ മുമ്പിലാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നയപ്രഖ്യാപനം നടത്തുന്നത്. ആ പ്രഖ്യാപനത്തിന്റെ വരികൾ പരിശുദ്ധ ഖുർആൻ വരച്ചിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനമാണ്. ഓ മനുഷ്യരെ, നിങ്ങളുടെ ആത്യന്തികമായ വിജയത്തിന്റെ നിദാനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മീയതയുടെ അടിത്തറയാണ്. ആത്മീയതയുടെ അടിത്തറയായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം പ്രഖ്യാപിച്ച അതേ സ്പോട്ടിലെ അതേ സ്പിരിറ്റിലെ സാമൂഹിക പോരാട്ടത്തിന്റെ പ്രഖ്യാപനം നടത്തുന്ന മൂസാ അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാണ്, അനർസിൽ മഅനാ ബനി ഇസ്രായീൽ. ഈജിപ്തിന്റെ തെരുവുകളിൽ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗമായ ബനൂ ഇസ്രായേൽ സുന്ദരികള് ഭരണവർഗമായ വരേണ്യവർഗമായ കിബുത്തി വംശജരുടെ വെള്ളം കോരികളും വിറകുവെട്ടികളുമായി പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യാവകാശങ്ങളും മാനവിക മൂല്യങ്ങളും ചവിട്ടി മെതിക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ബനൂ ഇസ്രായേൽ സന്തതികളുടെ സമ്പൂർണമായ സ്വാതന്ത്ര്യം എന്റെ കൈകളിലേക്ക് വെച്ചു തരണമെന്ന് പറഞ്ഞു പ്രബോധിത ഉമ്മത്തിന്റെ പ്രശ്ന പരിഹാരകനായി കടന്നു വന്നതുകൊണ്ട് ആ പ്രവാചകന ഭരണാധികാരികളോട് പറയേണ്ടത് പറഞ്ഞപ്പോ തിരിച്ചറിയുകയാണ്. ഭരണാധികാരി ആ പ്രവാചകനെ അറിയുകയാണ്. ഭരണീയരായ അനുകൂലികളും പ്രതികൂലികളും ആ പ്രവാചകനെ അറിയുകയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ ഏറ്റവും
മലീമസമായ സാമൂഹിക രംഗത്ത് ഏറ്റവും ക്രൂരനായ നാട്ടുമാടമ്പിയായ വൃത്തികെട്ട അബൂജഹൽ കമ്പോളത്തിൽ നിന്നൊരു സാധുവിന്റെ കൈകളിൽ ഒരു സാധനം വാങ്ങി അതിനാ ഉൽപ്പന്നത്തിന് വേണ്ട കാശ് കൊടുക്കാറ് തന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ ചോദിക്കുവാനും പറയുവാനും ആരുമില്ലാത്ത സാമൂഹ്യ ക്രമത്തില് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ആ പതിതൻ കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സാധുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അബൂജഹൽ എന്ന് പറയുന്ന നാട്ടുനാടമ്പിയുടെ അടുക്കളയിൽ കടന്നു ചെന്നുകൊണ്ട് തന്റെ അവകാശങ്ങൾ, ആ പതിതന്റെ അവകാശങ്ങൾ അബൂജഹലിന്റെ കൈകളിൽ നിന്ന് വാങ്ങിക്കൊടുക്കുകയാണ്. അൽ-ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ പിൻതലമുറക്കാരാണ് പ്രവാചകന്മാർ. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തിന്റെ സമൂലമായ മാറ്റങ്ങളിൽ, പരിവർത്തനങ്ങളിൽ സംഭവബഹുലമായ സംഭാവനകൾ കൈമാറിയ സമുദായം 6 പതിറ്റാണ്ടുകാലം അനുഭവിച്ചു തീർത്ത ദുഃഖത്തിന്റെ കണ്ണുനീറുകളെ കുറിച്ച് കാന്തപുരം ഉസ്താദ് തിരിച്ചറിഞ്ഞപ്പോൾ 2 പ്രതിസന്ധികൾ കാന്തപുരം ഉസ്താദ് കണ്ടെത്തുകയാണ്. ഒന്ന് 1920-കൾക്ക് ശേഷം നവോത്ഥാനത്തിന്റെയും പുരോഗതിയുടെയും പുറംപൂച്ചു പറഞ്ഞ മുസ്ലിം സമുദായത്തിൽ കടന്നു വന്ന KM മൗലവിയുടെ ആളുകള് സമുദായത്തിന്റെ ഏറ്റവും വലിയ ആയുധമായ ആത്മീയതയിൽ കൈവച്ചിട്ടുണ്ട്. ചൂരങ്ങാടി പള്ളിയുടെ കടകുമുട്ടി കടന്നു വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരന്റെ മുമ്പിലേക്ക് നെഞ്ചുകിരിച്ച് കടന്നു പോകാൻ ആലി മുസ്ലിയാർക്ക് കരുത്തു പകർന്ന ഹദ്ദാദ് റാത്തീബ്, ആ ഹദ്ദാദ് റാത്തീബിൽ നിന്ന്, മാലമൗലിദുകളിൽ നിന്ന്, അതുപോലെ ബദർമാലകളിൽ നിന്ന്, മക്ബറകളിൽ നിന്ന്, സിയാറത്തിൽ നിന്ന്, തങ്ങന്മാരിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന് ഈ സമുദായം പുറകോട്ട് പോയി. അതവരുടെ ആത്മീയ രംഗത്ത് പുഴുക്കുത്തു കൊണ്ടുവന്നു. ആ ആത്മീയത നഷ്ടപ്പെട്ടു പോയപ്പോൾ സാംസ്കാരിക ജീർണതകൾ, മദ്യപാനങ്ങൾ, ചൂഷണങ്ങൾ, വൃത്തികേടുകൾ മുസ്ലിം സമുദായത്തിന്റെ കുടുംബങ്ങളിലേക്ക്, മഹല്ലത്തുകളിലേക്ക് കടന്നു വരികയാണ്. അതുവഴി ഇസ്ലാമിനെ ജഡവൽകൃതമായ മതമായി രൂപപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി സമുദായം ആർജിക്കേണ്ടത് ആത്മീയതയാണ് എന്ന തിരിച്ചറിവിലൂടെ സുന്നി യുവജന സംഘത്തിന്റെ യൂണിറ്റ് തലം മുതൽ, SSFന്റെ ശാഖാത്ത് യൂണിറ്റ് തലം മുതൽ ഹൽക്കകളുടെ, തെർബിയത്തുകളുടെ, തസ്കിയത്തുകളുടെ ക്യാമ്പുകളും മീറ്റിംഗുകളും സംഘടിപ്പിച്ചുകൊണ്ട് സമുദായത്തെ ആത്മീയതയുടെ ഔന്നിത്യത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം സമുദായത്തിന്റെ രണ്ടാമത്തെ പ്രശ്നം സാമൂഹ്യ രംഗത്ത് ഈ ഉമ്മത്ത് മുഖ്യധാരയിൽ നിന്ന് പുറകോട്ട് പോയതാണ്. ചരിത്രപരമായ കാരണങ്ങളാൽ സമൂഹത്തിന്റെ പുറംപോക്കിലേക്ക് എറിയപ്പെട്ട മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, അവർക്ക് നഷ്ടപ്പെട്ട ഒരുപാട് അവകാശങ്ങളുണ്ട്. അവരിൽ നിന്ന് പിടിച്ചുപറിക്കപ്പെട്ട ഒരുപാട് അവകാശങ്ങളുണ്ട്. അനവധി കമ്മീഷനുകളും ചർച്ചകളും അധികാരികളുടെ മേശപ്പുറത്ത് കടന്നു വന്നിട്ടുണ്ട്. ഒരുപാട് റിപ്പോർട്ടുകൾ അധികാരികളുടെ മേശപ്പുറത്ത് തമ്പിയുറങ്ങുന്നുണ്ട്. 6 പതിറ്റാണ്ട് പിന്നിട്ട മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പ്രതിസന്ധിക്ക് പരിഹാരങ്ങളായിട്ടില്ല. ഇവിടെ കാന്തപുരം ഉസ്താദ് ഇടപെട്ടു. പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ മാതൃക സ്വയത്തമാക്കി. ആ മാതൃകയിൽ നിന്ന് ആർജവം ആവാഹിച്ചെടുത്തു. ഈ രാജ്യത്ത് സച്ചാർ സമിതി റിപ്പോർട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ വന്നപ്പോൾ ആ റിപ്പോർട്ട് പതിവ് പോലെ ഇവിടെയുള്ള രാഷ്ട്രീയ പകിടകളിക്കുള്ള അവസരങ്ങളായി തീർന്നപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ വിനീത വിധേയനായ പണ്ഡിത വേഷധാരിയല്ലാതെ കോടിക്കണക്കിന് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ, ന്യൂനപക്ഷങ്ങളുടെ ആർജവബോധമുള്ള, ആത്മീയ ബോധമുള്ള പണ്ഡിത മഹാനായി രാജ്യം ഭരിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന അധികാരിയുടെ ഓഫീസിന്റെ കതകമുട്ടി തുറന്ന് ശൈഖുനാ കാന്തപുരം ഉസ്താദ് കടന്നു ചെല്ലുകയാണ്. അധികാരികളുടെ മുമ്പിൽ എന്തിനു വേണ്ടി? ഇരുത്തം കണ്ടാല് എടത്താ വലത്താ പ്രധാനമന്ത്രി എന്ന് നമുക്ക് സംശയമായി പോകാണ്. ആ നിലക്കുള്ള ആർജവബോധം, തന്റെ ഇടം അത് ഹദ്ദാദിൽ നിന്ന് കിട്ടിയതാണ്, ബദർ മൗലിദിൽ നിന്ന് കിട്ടിയതാണ്, തസ്ബീഹുമാലയിൽ നിന്ന് കിട്ടിയതാണ്, തലപ്പാവിൽ നിന്ന് കിട്ടിയതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിവിധങ്ങളായ വേണ്ടപ്പെട്ട ആളുകളുടെ മുമ്പിലെല്ലാം ശൈഖുനാ കാന്തപുരം ഉസ്താദ് കടന്നു ചെന്നു. ഈ ഉമ്മത്തിന് അവകാശപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടി യാചിച്ചും അവകാശങ്ങൾ ഉന്നയിച്ചും കാന്തപുരം ഉസ്താദ് കടന്നു ചെല്ലുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന്റെ മുന്നിൽ അതുപോലെയുള്ള വിവിധങ്ങളായ ഭരണാധികാരികളുടെ, രാഷ്ട്രീയ നേതാക്കളുടെ അധികാര സോപാനങ്ങളിൽ കാന്തപുരം ഉസ്താദ് കടന്നു ചെന്നത് ഈ സമുദായത്തിന് വേണ്ടി അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനാണ്. ആ നിലയിൽ ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഇടപെടലുകൾ നടത്തിയപ്പോൾ
കാന്തപുരം ഉസ്താദ് മുന്നേറ്റങ്ങൾ നടത്തി സമൂഹത്തിന് സമുദ്ധരിക്കാനുള്ള ശ്രമം നടന്നു. അവകാശങ്ങൾ അധികാരികളുടെ മുമ്പിൽ കടന്നു ചെന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ആ അവകാശങ്ങൾ വീണ്ടെടുക്കാനുള്ള സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കുവാൻ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ വന്യവയോധികരായ പണ്ഡിത മഹാൻ യാത്ര ചെയ്യുകയാണ്. സച്ചാർ റിപ്പോർട്ടിൽ ഏറ്റവും ക്രൂരമായി വരച്ചുകാട്ടിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഒരു മുസ്ലിം ഗ്രാമം എവിടെയാണോ വെള്ളവും വെളിച്ചവും പര്യവസാനിക്കുന്നത്, അവിടെയാണ് ഒരു മുസ്ലിം ഗ്രാമം ആരംഭിക്കുന്നത്. കാന്തപുരം ഉസ്താദ് പശ്ചിമ ബംഗാളിന്റെ കൽക്കത്തയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്തുകൊണ്ട് കടന്നു ചെന്നൊരു വെള്ളിയാഴ്ച ദിവസം ഒരു പരിസരത്തുള്ള പരിസരവാസികളോട്, വെള്ളിയാഴ്ച ജുമയുടെ സമയത്ത് എവിടെ പള്ളിയും അന്വേഷിക്കുമ്പോൾ അവിടെയുള്ള കാരണവന്മാർ വിരൽ ചൂണ്ടുന്നത് കടന്നു പന്തലിച്ചു നിൽക്കുന്ന വിശാലമായ വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അവർ പറയുന്നു, ഓ ഗുരുവര്യരെ, നിങ്ങൾ അവിടെയാണ് ജുമ നിർവഹിക്കാറുള്ളത്, നിങ്ങൾക്ക് അവിടെയാണ് ആരാധന നിർവഹിക്കാനുള്ളത്. വെയിലും മഴയും കൊള്ളാതെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുവാനുള്ള സാഹചര്യം പോലും നഷ്ടപ്പെട്ടു പോയ പശ്ചിമ ബംഗാളിലെ ജനങ്ങള് വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ തുറന്നു വെക്കുന്ന ബ്രോസ്റ്റ് കടകളില്ലേ, റെസ്റ്റോറന്റുകളില്ലേ, ആ ബ്രോസ്റ്റ് കടകളുടെയും റെസ്റ്റോറന്റുകളുടെയും കിച്ചണുകളിൽ തീ തിന്നുകൊണ്ട് കരിഞ്ഞുണങ്ങുന്ന കൽക്കത്തക്കാരായ മുസ്ലിങ്ങളെ കണ്ടിട്ടില്ലേ? ഇസ്ലാമിനെ കുറിച്ചോ ഇന്ത്യയെ കുറിച്ചോ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അറിയില്ലാത്ത സാധുക്കളായ മുസ്ലിം യുവാക്കള് ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചിമ ബംഗാളിലെ ജനവിഭാഗത്തിന്റെ ഇടയിലോ കാന്തപുരം ഉസ്താദ് അവരെ സമുദ്ധരിച്ചു. ഹദ്ദാദ് ചൊല്ലിക്കൊണ്ട് തന്നെ, റാത്തീബ് ചൊല്ലിക്കൊണ്ട് തന്നെ, തസ്ബീഹുമാനെ കൈവിടാതെ തന്നെ ആ ജനങ്ങൾക്ക് മർക്കസിന്റെ കീഴിൽ 50ഓളം വരുന്ന പള്ളികള് പശ്ചിമ ബംഗാളിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളില് മർക്കസിന്റെ കീഴിൽ കാന്തപുരം ഉസ്താദിന്റെ കാർമ്മികത്വത്തിൽ 50ഓളം വരുന്ന പള്ളികൾ നിർമ്മിക്കപ്പെടുകയും വിവിധങ്ങളായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, മദ്രസകൾ, സമാനങ്ങളായ വിവിധങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ ആത്മീയ നവോത്ഥാനത്തിന്റെ അടയാളപ്പെടുത്തലുകളായി പശ്ചിമ ബംഗാളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ അവശ്യവസ്തുവാണ്. പശ്ചിമ ബംഗാളിന്റെ പല ഗ്രാമങ്ങളിലും അവിടെയുള്ള ജനവിഭാഗത്തിന് തെളിനീര് പോലും കിട്ടുന്നില്ല എന്ന ദുഃഖം ആരോടാണ് നമ്മൾ? ഇതൊക്കെ രാഷ്ട്രീയ ഫൈറ്റിന് വേണ്ടി പറഞ്ഞു തീർത്തത് കൊണ്ട് പരിഹാരമാകില്ല. ക്രിയാത്മകമായ ഇടപെടലുകൾ ആവശ്യമാണ്. സഖാവതി സുന്നിയയുടെ കീഴില് നൂറുകണക്കായ ജലവിതരണ പദ്ധതികൾ, സൗജന്യമായ കിണറുകൾ കുടിച്ചു കൊടുക്കുകയാണ്. വിഷന്നൊട്ടിയ വയറുമായി വെള്ളം കുടിച്ചുകൊണ്ടെങ്കിലും ദാഹം തീർത്ത് കടന്നുറങ്ങാമല്ലോ എന്ന നിലക്ക് ഏകോലങ്ങളായ മുസ്ലിം ജനത ആ കിണറുകളുടെ മുമ്പില് വെള്ളപ്പാത്രവുമായി വരി നിൽക്കുകയാണ്. ഹൃദയഹാരിയായ രംഗങ്ങള്, കാന്തപുരം ഉസ്താദിന്റെ പരിവർത്തന പടയോട്ടങ്ങള് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം. നമുക്കറിയാം വിവിധങ്ങളായ സ്റ്റേറ്റുകളിൽ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൈപ്പുനീരുകള്. ഗുജറാത്ത് ഈ സമുദായത്തിന്റെ വേദനയാണ്. ഒരു ജനവിഭാഗത്തെ എങ്ങനെ കൃത്യമായും സമർത്ഥമായും ഉന്മൂലനം വരുത്താമെന്ന് നമ്മെ വ്യക്തമായി പഠിപ്പിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ആ ഗുജറാത്തിൽ നടന്ന വംശീയ ഹത്യ, ആ കലാപ മണ്ണിലേക്ക് കടന്നുപോയ ശൈഖുനാ കാന്തപുരം ഉസ്താദ് ആ കവലകളിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ട ദയനീയമായ രംഗം. ഭർത്താക്കന്മാർ മരണപ്പെട്ടുകൊണ്ട് വിധവകളായി തീർന്ന ഉമ്മമാര് തങ്ങളുടെ അനാഥകളായ മക്കളെ മാറോട് ചേർത്ത് വെച്ച് കടന്നുറങ്ങുന്നത് ഷട്ടറുകൾക്ക് താഴെയാണ്, ഓവാലത്തിന് ചുവട്ടിലാണ്. വീടുകത്തിന്റെയിലും റോഡ് വക്കുകളിലും ഓവാലത്തിന്റെ ചുവട്ടിലും അന്തിയുറങ്ങാൻ വിധിക്കപ്പെട്ട ഒരു ജനത. ആ ജനതയുടെ കണ്ണുനീര് ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിന്ന് ഉറക്കെ പറഞ്ഞു, ഞാൻ ആ തെരുവിൽ ഒരു അനാഥാലയം പണിയുകയാണ്. ആ അനാഥാലയത്തിൽ ഞാൻ ആ അനാഥ മക്കളെ അന്തിയുറക്കും, അവർക്ക് ഞാൻ അറിവ് കൊടുക്കും, അവർക്ക് ഞാൻ ആഹാരം കൊടുക്കും. അന്ന് ശൈഖുനാ കാന്തപുരം ഉസ്താദ് കാരന്തൂർ മർക്കസിന്റെ ശാഖയായി നിർമ്മിച്ച മർക്കസിന്റെ ശാഖ മുസ്ലിങ്ങളുടെ അവലംബമാണ്, ആശാകേന്ദ്രമാണ്, അസ്തിത്വബോധ വീണ്ടെടുപ്പിന്റെ അടയാളപ്പെടുത്തലുകളാണ്. സ്നേഹത്തിന്റെ കൈത്തിരി നാളവുമായി മർക്കസ് കടന്നുവന്നു. ഇന്നിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുവയ്ക്കാൻ പുതുതലമുറയ്ക്ക് സ്നേഹത്തിന്റെ ഊഷ്മളത പകർന്നു നൽകി മർക്കസ് സ്ഥാപനങ്ങൾ സമത്വത്തിന്റെ നിസ്തുല സ്തംഭമായി ഗുജറാത്തിൽ നിലകൊള്ളുന്നു. ആ മർക്കസിന്റെ ശാഖയിലൂടെ
അവിടങ്ങളിൽ വിവിധങ്ങളായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മർക്കസിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കാന്തപുരം ഉസ്താദിന്റെ കർമ്മപ്പടയോട്ടങ്ങൾ സൗന്ദര്യം കൊണ്ടും അതുപോലെ സമ്പത്ത് കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ടും ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ആ കാശ്മീർ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിനേന നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്ന പത്രമാധ്യമങ്ങൾ ഒരു 10 കാശ്മീരിയെങ്കിലും ചുട്ടുകരിക്കപ്പെടാത്ത കൊല ചെയ്യപ്പെടാത്ത ദിനങ്ങളില്ല. കാന്തപുരം ഉസ്താദ് തന്റെ യാത്രയിലൂടെ കാശ്മീരിന്റെ ഭൂമികയിലെത്തി. അന്ന് കാശ്മീർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഫ്തി മുഹമ്മദ് സയ്യിദ് ആ പണ്ഡിതനെ തന്റെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി. കാശ്മീരിന്റെ തീപ്പാറുന്ന താഴ്വാരങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് കാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് പറഞ്ഞു, മിസ്റ്റർ കാന്തപുരം, അങ്ങ് നിർവഹിക്കുന്ന നവോത്ഥാനം, അങ്ങയുടെ സാമൂഹിക പരിഷ്കരണം, അങ്ങയുടെ വൈജ്ഞാനിക വിപ്ലവം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങ് നിർമ്മിച്ച മർക്കസ്, ആ മർക്കസ് കാരന്തൂരിൽ നിർമ്മിക്കപ്പെടുന്നതിന്റെ മുമ്പ് അങ്ങനെയുള്ള ഒരു മർക്കസ് സ്ഥാപിക്കപ്പെടേണ്ടത് ഈ പാറുന്ന കാശ്മീരിന്റെ താഴ്വാരങ്ങളിലാണ്. രാജ്യത്തിന്റെ ശത്രുക്കളായ ഭീകരവാദികൾ, ആ ഭീകരവാദികൾ സൃഷ്ടിച്ച സംഹാരങ്ങളിൽ കൊല ചെയ്യപ്പെട്ടുപോയ സാധുക്കളായ പിതാക്കളുടെ മക്കള് തത്വദീക്ഷയില്ലാതെ കാശ്മീരിന് വേണ്ടി കാശ്മീരികളെ ചവിട്ടിയിറക്കുന്ന ഇന്ത്യൻ പട്ടാളക്കാരുടെ ബലിയാടുകൾ, ഇങ്ങനെ പലനിർക്കും വേട്ടയാടപ്പെട്ടുപോയ മുസ്ലിം ജനത 1940കളിൽ അബുല്ലാല മൗദൂദി കൊണ്ടുവന്ന പ്രതിലോമ ചിന്ത, ഈ രാജ്യത്ത് ഇസ്ലാമിക ഭരണം വേണമെന്ന് പറഞ്ഞ് ജിഹാദിന്റെ പ്രകോപനത്തിലേക്ക് മുസ്ലിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ മൗദൂദി, ആ മൗദൂദിയുടെ ആശയങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു പോയ കാശ്മീരിലെ യുവാക്കൾ, ആ യുവാക്കൾ സമുദായത്തിന് നൽകിയ സംഭാവന എന്താണ്? ആലോചിച്ചു നോക്കൂ. കാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് പറഞ്ഞു കാന്തപുരം ഉസ്താദിനോട്, വിശാലമായ ഏക്കറക്കണക്കിന് വഖഫ് ആധാരം തന്റെ കൈകളിലേക്ക് കൈമാറിയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു, മിസ്റ്റർ കാന്തപുരം, ഞങ്ങൾക്കൊരു മർക്കസ് വേണം കാശ്മീരിൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊരു മർക്കസ് ഉണ്ടാകുന്നവരെ കാത്തിരുന്നാൽ വീണ്ടും ഞങ്ങൾക്കൊരു തലമുറ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞങ്ങളെ ഈ തെരുവിൽ നിന്നൊരു 10 യതീമുകളെ കൊണ്ടുപോയി അങ്ങയുടെ അനാഥകളുടെ കൂടെ അവരെ അന്തിയുറക്കണം, അവർക്ക് അറിവ് കൊടുക്കണം. സഹോദരന്മാരെ, അബുല്ലാല മൗദൂദിയുടെ ഹുക്കൂമത്തെ ഇലാഹി കാശ്മീരികൾ കേൾപ്പിച്ച പരിക്ക് കാണണമെങ്കിൽ കാരന്തൂർ മർക്കസിന്റെ കാമ്പൗണ്ടിലേക്ക് വരണം. ചെറുചെറുക്കുള്ള കാശ്മീരി മക്കള് അലിഫം എഴുതി അതിന്റെ മുകളിൽ ഫതഹ് വരച്ചാൽ ആ എന്നാണ് വായിക്കുക എന്ന പ്രാഥമിക വിവരം പോലുമില്ലാത്ത കാശ്മീരി യുവാക്കള്. നമുക്കറിയാലോ കേരളം എത്ര സമ്പന്നമാണ്, മുസ്ലിം ചെറുപ്പക്കാരെത്ര മോശമായി എന്ന് നമ്മൾ പറഞ്ഞാലും മരണപ്പെട്ട് കിടക്കുന്ന പിതാവിന്റെ ജനാദക്കരികെ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ സുന്ദരമായി ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യാൻ അറിയാത്ത മുസ്ലിം ചെറുപ്പക്കാർ കേരളത്തിലില്ല. എന്താ കാരണം? ഈ രാജ്യത്ത് സാദാത്തുക്കളും പണ്ഡിതന്മാരും ഇവിടെ നിലനിർത്തിയ സൗഹാർദ്ദമാണ്. രാവിലെ പ്രഭാതങ്ങളിൽ നമ്മുടെ കബറുകളിലേക്ക് കണ്ണിട്ടു നോക്കൂ. നമ്മുടെ വീടുകളിൽ നിന്ന് കട്ടൻ ചായ കുടിച്ച് സുലൈമാനി കുടിച്ച് പരിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് മദ്രസയിലേക്ക് കടന്നു പോകുന്ന എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുകുട്ടികൾ, ആ കൊച്ചുകുട്ടികൾക്ക് നേരെ തെരുവ് പട്ടികൾ കുരച്ചു ചാടുമ്പോൾ ആ പട്ടി ശല്യത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതാരാണ്? ഗുരുവായൂരമ്പലത്തിലേക്ക് പോകാൻ നേർച്ചയാക്കി കറുത്ത തുണിയെടുത്ത് അതിരാവിലെ തണുത്തറുത്ത പ്രഭാതത്തിൽ അമ്പലക്കുളത്തിലേക്ക് കുളിക്കാൻ പോകുന്ന അയ്യപ്പ ഭക്തനായ ഹൈന്ദവ സഹോദരനാണ് പരിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് മതകലാലയത്തിലേക്ക് കടന്നു പോകുന്ന മുസ്ലിം കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുന്നതെങ്കിൽ ആ ഹൃദയഹാരിയായ സാഹചര്യം ഇവിടെ നിലനിർത്തിയത് ഉളാളത്തപ്പാപ്പയുടെ തറവാട് മുറ്റമാണ്, ഖലീൽ തങ്ങളുടെ മന്ത്രിച്ചൂട്ടാണ്, പാണക്കാട് ശിഹാബുദങ്ങൾ നൽകിയ ഏലസുകളാണ്. പരസ്പരം അതിരുകൾ തീർക്കാൻ കഴിയാത്ത സൗഹാർദ്ദമണ്ണായി ഈ രാജ്യത്ത് മാറ്റിവെച്ച് നിലനിർത്തിയത്. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, കാശ്മീരിന്റെ മക്കള് അവർക്ക് അൽഫാത്തിഹ അറിയില്ല, അവർക്ക് യാതൊരു മതപരമായ പാഠങ്ങളും കിട്ടിയിട്ടില്ല. മർക്കസ് ബോയ്സ് അങ്ങനെയുള്ള ഒരു മഹത്തായ വിപ്ലവം കാന്തപുരം ഉസ്താദ് നിർവഹിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, അന്ന് ശൈഖുന കാന്തപുരം ഉസ്താദ് കാശ്മീരിൽ നിന്ന് വളർത്തിക്കൊണ്ടുവന്ന കാശ്മീരി യതീമുകള് മർക്കസിന്റെ ബോയ്സ് ഹൈസ്കൂളിന്റെ മുറ്റത്ത് കറുത്ത തുണിയെടുത്തുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, കുരിശുമാലയണിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവര്, തൊപ്പിവച്ച മുസ്ലിം, ഹൃദയഹാരിയായ ആ രംഗം കണ്ടുകൊണ്ട് അഭിമന്യരായ ഗുരുവര്യന്മാരോട് നിഷ്കളങ്കരായ കാശ്മീരി യുവത്വം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണത്? ഹിന്ദുവിന്റെ കൂടെ കളിക്കാൻ കഴിയോ? ഹിന്ദുവിന്റെ കൂടെ പഠിക്കാൻ കഴിയുമോ? അവിടെ വെച്ചുകൊണ്ട് ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യഗണങ്ങൾ ആ കാശ്മീരി മനസ്സുകളിലേക്ക് കൈമാറുന്ന മഹോന്നതമായ മാനവിക സന്ദേശമുണ്ട്. മക്കളെ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ
അല്ലാമ ഇഖ്ബാലിന്റെ പൂങ്കാവനമാണ്. ആ പൂങ്കാവനത്തിൽ പുഷ്കലമായി പൂത്തുല്ലസിച്ചു നിൽക്കുന്ന ഇതളുകളും പുഷ്പങ്ങളുമാണ് ഈ രാജ്യമെന്ന് ഇവിടെയുള്ള ഹിന്ദുവും ഇവിടെയുള്ള ക്രൈസ്തവരും ഇവിടെയുള്ള മുസൽമാനുമെന്ന മഹോന്നതമായ മാനുഷികതയുടെ പാഠം ശൈഖുനാ കാന്തപുരം ഉസ്താദ് കൈമാറുകയാണ്. മർക്കസിന്റെ സേവന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ അതിരുകൾ കടന്ന് വ്യാപിക്കുകയാണ്. ഇതിന് മികച്ച സാക്ഷ്യമാണ് കാശ്മീരിൽ നിന്ന് മർക്കസ് ദത്തെടുത്ത പിഞ്ചു പൈതങ്ങൾ. ദുരന്ത വാർത്തകളിലൂടെ പുറം ലോകമറിയുന്ന ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ഈ സംസ്ഥാനത്തെ അനാഥരും ദരിദ്രരുമായ വിദ്യാർത്ഥികളെ മർക്കസ് ഏറ്റെടുക്കുകയായിരുന്നു. ഇവർക്കായി സൗകര്യങ്ങൾ ഒരുക്കി പുതിയ ജീവിത പ്രതീക്ഷകൾ നൽകുന്നു. മർക്കസിന്റെ സ്നേഹസ്പർശത്താൽ അനാഥരാകുന്ന ഇവരുടെ എല്ലാ ചെലവുകളും സ്ഥാപനമാണ് വഹിക്കുന്നത്. കാശ്മീരികളുടെ യാതനകൾ കണ്ടറിഞ്ഞ് അവരെ സ്നേഹപൂർണമായ സനാതത്വത്തിലേക്ക് നയിച്ച മർക്കസ് അവർക്ക് സ്നേഹ സംരക്ഷണം നൽകുന്നു. ഈ വിജ്ഞാന തീരത്ത് ജാതി മത ഭാഷാഭേദമന്യേ കുരുന്നുകൾ ഒന്നാവുകയാണ്. മർക്കസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ തീർത്ത മനുഷ്യ ഇന്ത്യയിൽ കാശ്മീരികൾ കേരളീയരായ സഹപാഠികളുടെ സംരക്ഷിത വലയത്തിലാണ്. ഈ കവലയിൽ ഞങ്ങളെ കേൾക്കുന്ന നല്ല മനുഷ്യരോട് കഴിഞ്ഞ കാലങ്ങളിൽ മർക്കസിന്റെ മഹത്തായ പോരാട്ടവീതികളിൽ നിങ്ങൾ നൽകിയ നാണയത്തൊട്ടുകൾ ഈ സമൂഹത്തിന്റെ അസ്തിത്വ വീണ്ടെടുപ്പിനുള്ള മഹത്തായ സംഭാവനകളാണ്. ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള മഹത്തായ വിപ്ലവത്തിന്റെ പിന്തുണയായിരുന്നു. ഇൻഷാ അല്ലാഹ് 6 പതിറ്റാണ്ട് കാലമായി ഈ രാജ്യത്തിന്റെ സ്വസ്ഥം കെടുത്തുന്ന സംസ്ഥാനമായി നിലകൊള്ളുന്ന കാശ്മീർ അന്താരാഷ്ട്ര തലങ്ങളിൽ വിളിച്ചു ചേർക്കപ്പെടുന്ന സമ്മേളനങ്ങളിലോ ഉഭയകക്ഷി ചർച്ചകളിലോ പിടിച്ചെടുക്കാൻ കഴിയാത്ത കാശ്മീരിന്റെ സമാധാനം ഇൻഷാ അല്ലാഹ് കാരന്തൂർ മർക്കസിന്റെ മടിത്തട്ടിൽ നിന്ന് 1000 കാശ്മീരി യുവാക്കളെ പിടിച്ചുകൊണ്ടുവന്ന് ആ കാശ്മീരി മനസ്സുകളിലേക്ക് ഇന്ത്യയെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചുമുള്ള മഹത്തായ മാനവികതയുടെ മാനുഷികതയുടെ പാഠം കൈമാറി ശൈഖുനാ കാന്തപുരം ഉസ്താദ് പറത്തിവിടുന്ന സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായ 1000 കാശ്മീരി യുവാക്കളുടെ കൈത്തലങ്ങളിലേക്ക് കാശ്മീർ കടന്നു വന്നാൽ നഷ്ടപ്പെട്ടുപോയ കാശ്മീരിന്റെ സമാധാനം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നും ആ പണ്ഡിത സമൂഹം കാശ്മീരിന്റെയും ഈ രാജ്യത്തിന്റെയും മുതൽക്കൂട്ടാണ് എന്നതും കാന്തപുരം ഉസ്താദിന്റെ അവകാശവാദമല്ല, അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളുടെ അഹന്ത നിറഞ്ഞ പ്രഖ്യാപനങ്ങളല്ല. ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ അനുയായികളായ ആയിരങ്ങളുടെ കേവലം വാചക കസർത്തുകൾ മാത്രമല്ല, ഈ രാജ്യത്ത് ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കാരന്തൂർ മർക്കസിന്റെ സംഭാവനകളെ കുറിച്ച് വ്യക്തമായി വിലയിരുത്തലുകൾ നടത്തിയ പ്രഗത്ഭരായ പൊതുപ്രവർത്തകന്മാരുടെ കണ്ടെത്തലുകളാണ്. ഇന്ത്യയുടെ പ്രഗത്ഭനായ പ്രവാസികാര്യ വകുപ്പ് മന്ത്രി ശ്രീമാൻ വയലാർ രവി അക്കാര്യം ഊന്നി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ കാശ്മീരിൽ ചെന്നപ്പോ അവിടെയുള്ള പത്രപ്രവർത്തകന്മാരെന്നെ വളഞ്ഞപ്പോൾ ആ പത്രപ്രവർത്തകന്മാരുടെ മുമ്പിൽ തലയുയർത്തി പിടിച്ച് എനിക്ക് ആത്മാഭിമാനത്തോടെ വിളിച്ചു പറയാനുണ്ടായിരുന്നത് കാരന്തൂർ മർക്കസിനെ സംബന്ധിച്ചും ആ മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാശ്മീർ വിദ്യാർത്ഥികളെ കുറിച്ചുമാണെന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത്, ആ വിദ്യാർത്ഥികൾ ഈ സംസ്ഥാനത്തിന്റെ ഈ രാജ്യത്തിന്റെ മുതൽക്കൂട്ടാണ് എന്ന് അദ്ദേഹം മാർക്കിടുകയാണ് ഈ മഹത്തായ നവോത്ഥാനത്തിന്. മർക്കസിൽ നിന്നുള്ള ക്ഷണം ഒരിക്കലും നിരസിക്കാൻ മനസ്സ് അനുവദിക്കാറില്ല, ചിന്തിക്കാറും ഇല്ല. മറ്റു പരിപാടികളുള്ളപ്പോഴും ചിലത് മാറ്റിവെച്ചും ചിലത് അഡ്ജസ്റ്റ് ചെയ്തും എത്തുക എന്നുള്ളതാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അവിടെ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കാശ്മീരിലെ 250-300ഓളം കുട്ടികൾ
എൻ്റെ നാട്ടിലെ മർക്കസ് എന്ന സ്ഥാപനത്തിൽ താമസിച്ച് പഠിക്കുന്നുണ്ട്. കേരളവും കാശ്മീരും രണ്ടറ്റത്താണെങ്കിലും ഞങ്ങളുടെ സ്നേഹവും സൗഹൃദവും നമ്മുടെ രക്തബന്ധവും വലുതാണ്. ആ കുട്ടികളെ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളായി കാണുന്നു, ഞങ്ങളുടെ കേരളത്തിൻ്റെ മക്കളായി കാണുന്നു. അവർ വിദ്യാസമ്പന്നരായി തിരിച്ചു വരുമ്പോൾ അത് ഈ കാശ്മീർ താഴ്വരയ്ക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കുമെന്ന് അവിടെ പത്രക്കാരോട് ഞാൻ പറയുകയുണ്ടായി. അത് ഞാൻ പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ടായിരുന്നു. അഭിമാനത്തോടെ സന്തോഷത്തോടെ കാശ്മീർ താഴ്വരയിൽ നിന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞു, നിങ്ങളുടെ മക്കളെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, അവർ ഞങ്ങളുടെ നാട്ടിൽ വിദ്യാഭ്യാസം നടത്തുമെന്ന് പറയാൻ അവസരമുണ്ടാക്കി തന്നത് മർക്കസാണ് എന്നതിലാണ് എനിക്ക് സന്തോഷം. ആ സച്ചാർ കമ്മീഷനിൽ പറയുന്ന സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ, ആ പിന്നോക്കാവസ്ഥയുണ്ടെന്ന് അരനൂറ്റാണ്ടിന് മുമ്പ് കാണാൻ കഴിഞ്ഞ ആളാണ് നമ്മുടെ ഉസ്താദ്. അതുകൊണ്ടാണ് ആ ഒരു പിന്നോക്കാവസ്ഥ മാറ്റണം. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ രക്ഷപിടിക്കാൻ കഴിയുള്ളൂ. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ സർക്കാർ സർവീസിൽ കയറാൻ പറ്റുകയുള്ളൂ. ജനാധിപത്യ ഭരണകൂടത്തിൽ സർക്കാർ സർവീസിൽ കയറുന്നില്ലെങ്കിൽ അവഗണനയുണ്ടാകും. വടക്കേ ഇന്ത്യയിലെ ഉത്തര ഇന്ത്യയിലെ മുസ്ലിം സഹോദരന്മാർ ഞങ്ങളുടെ മർക്കസിനെ കണ്ടു പഠിക്കണം, കേരളത്തെ കണ്ടു പഠിക്കണം. വിദ്യാഭ്യാസ കാര്യത്തിൽ ഞങ്ങൾ ഏറ്റവും മുൻപന്തിയിലാണ്. അതിൽ മലപ്പുറത്തെ കുട്ടികൾ 1ാം റാങ്ക് മേടിച്ചപ്പോൾ സന്തോഷിക്കുന്നവരാണ് ഞങ്ങൾ. അതാണ് കേരളം. അത് നിങ്ങൾ ഉത്തരേന്ത്യയിൽ പകർത്തണമെന്ന് ഞാൻ അവരോട് പ്രസംഗിക്കേണ്ട. നിങ്ങളൊക്കെ പുളിക്കലിലേക്കും ഇടവണ്ണയിലേക്കും ഒതായിലേക്കും നോക്കണം എന്ന് പറയുന്ന കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ മഹാരഥന്മാരായ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ നടത്തിയ മഹത്തായ വിപ്ലവം. അദ്ദേഹം പറഞ്ഞ ചില വരികൾക്ക് നമ്മൾ അടിവരയിടണം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? സച്ചാർ സമുദ്ര റിപ്പോർട്ടും നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടും ഒക്കെ കണ്ടെത്തിയ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അതിന്റെയും എത്രയോ കാലം മുമ്പ് തിരിച്ചറിവ് നേടിയ പണ്ഡിതനാണ് അദ്ദേഹം. പക്ഷേ അവിടെ ഒന്നുകൂടി കൂട്ടിപ്പറയാനുണ്ട്. കാന്തപുരം ഉസ്താദ് ആ പ്രശ്നങ്ങൾ പഠിക്കുക മാത്രമല്ല, അതിന് പ്രായോഗികമായ പരിഹാരങ്ങൾ ചിന്തിച്ചു. ആ പരിഹാരങ്ങളിൽ നിന്നാണ് 1978 മർക്കസിന്റെ പിറവി ഉണ്ടാകുന്നത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ സമുദായത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അനവധി സാമുദായിക വിദ്യാഭ്യാസ സംഘടനകൾ കേരളത്തിലുണ്ട്. ഉത്തരവാദപ്പെട്ട അധികാരികളുടെ മുമ്പിൽ നിന്ന് സമുദായത്തിന്റെ പേര് പറഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന അനേകം സാമുദായിക സംഘടനകളുണ്ട്. പക്ഷേ സമൂഹത്തിൽ നിലനിൽക്കുന്ന ക്രൂരമായ വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ കൂട്ടത്തിൽ പങ്കെടുക്കുക എന്നതിനപ്പുറം വേറിട്ട് ചിന്തിക്കാൻ അവർക്ക് കഴിയാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. മാനേജ്മെന്റുകൾക്ക് വേണ്ടി നീക്കിവെക്കപ്പെടുന്ന 50% സീറ്റുകളിൽ ഒരു 10 സീറ്റ് അനാഥകൾക്ക് വേണ്ടി നീക്കിവെച്ച്, അല്ലെങ്കിൽ ഒരു അനാഥകളെ അന്തിയുറക്കുന്ന 10 കുട്ടികളുള്ള യതീംഖാന നിർമ്മിച്ചുകൊണ്ടെങ്കിലും ഈ സമുദായത്തിന്റെ പ്രശ്നപരിഹാരം സമൂഹത്തിന്റെ പുറമ്പോക്കിൽ നിന്ന് പാകപ്പെടുത്തിക്കൊണ്ടുവരാൻ അത്തരം സംഘടനകൾക്ക് സാധിക്കാറില്ല. കടപ്പാടം പോലും പണയപ്പെടുത്തി അക്കാദമിക് യോഗ്യതകൾ നേടി സാമുദായിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഓഫീസിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി കടന്നു ചെല്ലുന്ന ഉദ്യോഗാർത്ഥി ഉത്തരവാദപ്പെട്ട കോളേജ് മാനേജറുടെ മേശപ്പുറത്ത് ലക്ഷങ്ങൾ കാണിക്കയായി വലിച്ചെറിയാനില്ലാത്തതിന്റെ പേരിൽ വിഷണ്ണനായി തിരിച്ചു വരുന്ന ആധുനിക വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ സാമൂഹ്യ ദുരാചാരത്തിൽ കാന്തപുരം ഉസ്താദ് സമൂഹത്തെ പഠിപ്പിച്ചത് പണമെറിഞ്ഞ് വിദ്യ പഠിക്കാൻ കഴിയുന്ന 10 മക്കൾ വിദ്യ നേടിയാൽ ആ വിദ്യ നേടിയ 10 ആളുകൾ സംഭരണം ഉപയോഗപ്പെടുത്തി ഉദ്യോഗത്തിലെത്തിയാൽ ഈ സമുദായത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമാകില്ല. സമുദായത്തിന്റെ പുറമ്പോക്കിലേക്ക് എറിയപ്പെട്ട അഗതികൾ, അനാഥകൾ, അശരണർ അവരാണ് വളർന്നു വരേണ്ടത്. സ്വന്തം ഉദാരമതികളായ സമ്പത്തുള്ള മുതലാളിമാർ അവരുടെ മക്കളെ പഠിപ്പിക്കാൻ ചെലവഴിക്കുന്ന ഒരു വിഹിതം കാശ്, ആ കാശ് ഇവിടെയുള്ള അനാഥകളിലേക്ക് കൂടി കൊണ്ടുപോകാനുള്ള മധ്യവർത്തിയായി പ്രവർത്തിച്ചു കാന്തപുരം ഉസ്താദ്. അങ്ങനെ മർക്കസ് സഖാവതി സുന്നിയ എന്ന സാമൂഹ്യ വിപ്ലവത്തിന്റെ വിളക്കുമാടത്തിന് കാന്തപുരം ഉസ്താദ് ചിലവാകുന്നത് 25ഓളം വരുന്ന അനാഥ മക്കളെ അന്തിയുറക്കുന്ന അനാഥാലയം പ്രഥമമായി പടുത്തുയർത്തിക്കൊണ്ടാണ്. അവിടെ നിന്നാണ് സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്. അഗതികളെയും അനാഥകളെയും അശരണരെയും സമുദ്ധരിച്ചുകൊണ്ടാണ് സാമുദായിക പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത്. ഈ സമുദായത്തിന്റെ പിന്നോക്കം പരിഹരിക്കാനുണ്ടാക്കുന്ന ഏത് ഓഫറുകളെയും ഉപയോഗപ്പെടുത്തേണ്ടത് ഇവിടെയുള്ള സാധുക്കളായ ജനവിഭാഗങ്ങളാണ്. അന്ന് 25 യതീം കുട്ടികളെ കൊണ്ട് ആരംഭിച്ച മർക്കസ് സഖാവതി സുന്നിയ ഇന്നവിടെ
കടന്നു ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആ മർക്കസിന്റെ കാമ്പൗണ്ടിൽ മാത്രം, ആ മർക്കസിന്റെ ആസ്ഥാന കേന്ദ്രം നിലകൊള്ളുന്ന ആ കാമ്പൗണ്ടിൽ മാത്രം 12,000 വിദ്യാർത്ഥികൾ വിദ്യ പഠിക്കുകയാണ്. 6,000 വരുന്ന വിദ്യാർത്ഥികളുടെ പൂർണ്ണമായ ചെലവേറ്റെടുത്ത് അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാന്യനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ കൈത്തലങ്ങളിലൂടെയാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾ കടന്നു ചെന്നാൽ ആത്മീയതയുണ്ട്, ഷഹാദുകളുണ്ട്, റാത്തീബുകളുണ്ട്, മാലമൗലിദുകളുണ്ട്, നബിദിനാഘോഷങ്ങളുണ്ട്, അതോടൊപ്പം ദഅ്വാ കോളേജുകളുണ്ട്, ഹിഫ്ദുൽ ഖുർആൻ കോളേജുകളുണ്ട്. ആ കോളേജുകളെല്ലാം തലയുയർത്തി നിൽക്കുന്ന കാമ്പൗണ്ടിൽ തന്നെ ITC നിർമ്മിച്ച് പ്രവർത്തിപ്പിക്കുവാൻ ഒരിക്കലും അത് തടസ്സമായിട്ടില്ലല്ലോ. നിങ്ങൾക്കും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ്. അവിടെ സയൻസ് കോളേജുണ്ട്, അവിടെ കമ്പ്യൂട്ടർ പഠന കേന്ദ്രങ്ങളുണ്ട്. ഇങ്ങനെ 25 യതീമുകളെ കൊണ്ട് ആരംഭിച്ച യതീംഖാനയിലൂടെ പ്രയാണം ആരംഭിച്ച മർക്കസിന്റെ മഹത്തായ വിപ്ലവം ഇന്ന് ഏകദേശം 50ഓളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ഈ സമുദായത്തിന്റെ ആത്മീയ ധന്യതയാർന്ന നവോത്ഥാന വിളക്കുപാടമായി മർക്കസ് എന്ന് പറയുന്ന മഹത്തായ യൂണിവേഴ്സിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. 3 പതിറ്റാണ്ട് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ കാരന്തൂരിൽ 29 അനാഥകൾക്ക് ആശ്രയ കേന്ദ്രമൊരുക്കിയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം. 10,000-ലധികം വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഒരു സർവകലാശാലയുടെ ചിട്ടവട്ടങ്ങളിലേക്ക് ഉയർന്നിരിക്കുകയാണ് മർക്കസ് ഇന്ന്. പ്രൈമറി തലം തൊട്ട് ബിരുദാനന്തര പഠന വിഭാഗം വരെയുള്ള വിദ്യാഭ്യാസാവസരങ്ങൾ മർക്കസ് മുന്നോട്ട് വയ്ക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ, USA, കാനഡ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, നേപ്പാൾ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് മർക്കസ് പഠന സൗകര്യമൊരുക്കുന്നുണ്ട്. കാരന്തൂരിലെ പ്രധാന ക്യാമ്പസിന് പുറമെ വിവിധ ജില്ലകളിലും സംസ്ഥാനങ്ങളിലുമായി മർക്കസ് പഠന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. മൂന്ന് പതിറ്റാണ്ടിലധികമായി 1/4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ തെളിമ നൽകാൻ മർക്കസിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ നേരിട്ടും അല്ലാതെയും 10 ലക്ഷത്തോളം പേരിലേക്ക് അറിവിന്റെയും കരുണയുടെയും സന്ദേശമെത്തിക്കുകയായിരുന്നു മർക്കസ്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മാനവിക ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതാണ് സ്ഥാപനത്തിന്റെ പ്രയാണം. അതുകൊണ്ടുതന്നെ ജാതി, മത, ദേശ പരിഗണനകൾ കൂടാതെ എല്ലാ വിഭാഗത്തിനും അറിവും കനിവും നൽകുന്ന പദ്ധതികളാണ് മർക്കസ് ഏറ്റെടുത്ത് നടത്തുന്നത്. അറബി ഭാഷാ പഠനത്തിൽ ഇസ്ലാമിക പഠന വിഭാഗങ്ങളിൽ അസ്ഹറിന്റെ തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്ന രാജ്യത്തെ ഏക പഠന കേന്ദ്രമാണ് മർക്കസ്. ഈ മാതൃകയിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും അന്താരാഷ്ട്ര പ്രശസ്ത യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് മർക്കസ് പദ്ധതിയിടുന്നത്. ഇതിന്റെ ആദ്യപടി എന്നോണമാണ് കോഴിക്കോട് ജില്ലയിലെ പൂനൂരിൽ മർക്കസ് ഗ്ലോബൽ സ്റ്റുഡൻസ് വില്ലേജ് ആരംഭിച്ചിരിക്കുന്നത്. ഇസ്ലാമിക ശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകുന്ന പഠന കേന്ദ്രങ്ങൾ മർക്കസിന്റെ പ്രധാന സംരംഭങ്ങളാണ്. 25 യതീമുകളെ കൊണ്ട് ആരംഭിച്ച മർക്കസിലെ പ്രശസ്തമായ തുർക്കിയായ യതീംഖാനയുടെ തിരുമുറ്റത്ത് ഇന്ന് നിങ്ങൾ കടന്നു ചെന്നാൽ 1500ഓളം വരുന്ന അനാഥ മക്കൾ അന്തിയുറങ്ങുന്ന, അവർ അറിവ് നേടുന്ന, ആഭരിക്കുന്ന ഒരു മഹത്തായ വിജ്ഞാന കേന്ദ്രമാണ് മർക്കസിലെ തുർക്കിയായ യതീംഖാന. 25 യതീമുകളെ കൊണ്ട് ആരംഭിച്ച് 3 പതിറ്റാണ്ട് പിന്നിട്ട മർക്കസിലെ തുർക്കിയായ യതീംഖാനയിൽ നിന്ന് കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടക്ക് ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലുമാരും മതപണ്ഡിതന്മാരുമായി സമാനങ്ങളായ സാമൂഹിക മണ്ഡലങ്ങളിലെ മുഖ്യധാരയിൽ പ്രഗത്ഭരായി വിരാജിച്ചുകൊണ്ടിരിക്കുന്ന അനവധി പ്രത്യുൽപ്പന്നമതികളെ സമൂഹത്തിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട സാമുദായിക പുറമ്പോക്കിലെ അനാഥ കുടുംബങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ ശൈഖുനാ കാന്തപുരം ഉസ്താദിന് സാധിക്കുകയാണ്. ആ മഹാനായ പണ്ഡിതന്റെ ശുഷ്കാന്തി നിറഞ്ഞ മനസ്സുകൾ, ആ സ്നേഹ വിപ്ലവങ്ങൾ അവിടെ ഒതുങ്ങി നിന്നില്ല. കഴിഞ്ഞ മർക്കസിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ശൈഖുനാ
ശൈഖുനാ കാന്തപുരം ഉസ്താദ് പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്. ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നിങ്ങളുടെ ധർമ്മം ഈ സമൂഹത്തിൽ സംഘടനാപരമായ സങ്കുചിതത്തിന്റെ പേരിൽ കലഹം തീർക്കലല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അന്ധമായി അനുകൂലിക്കലോ എതിർക്കലോ അല്ല. നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അഗതികളുടെ കണ്ണുനീരൊപ്പലാണ്, അനാഥകൾ കത്താണിയാകലാണ്, സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവലാണ്. അദ്ദേഹം പറഞ്ഞു, പെട്ടെന്നുള്ള മരണങ്ങളും അപകട മരണങ്ങളുമൊക്കെ അധികരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ഗ്രാമങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു വിധവയായ സഹോദരി തന്റെ പെട്ടെന്ന് മരണപ്പെട്ടുപോയ യുവാവായ തന്റെ ഭർത്താവിന്റെ വിരഹം സമ്മാനിച്ച ദുഃഖം, ആ ദുഃഖത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരുമായി മുലയൂട്ടുന്ന ഒരു ഉമ്മയുണ്ടെങ്കിലോ ആ ഉമ്മയുടെ വിവരം നിങ്ങൾ മർക്കത്തിൽ അറിയിക്കുക. അനാഥകളായി മാറുകയും ഉമ്മയിൽ നിന്ന് വേറിട്ട് നിർത്തി പഠിപ്പിക്കുവാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന പ്രായത്തിൽ 10 വയസ്സ് വരെയുള്ള പ്രായ കാലയളവില് മുല കുടിക്കുന്ന കുഞ്ഞു മുതൽ സ്കൂളിലേക്ക് വേറിട്ട് നിർത്തി പഠിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം വരെയുള്ള അനാഥ മക്കളുടെ വിവരം നിങ്ങൾ മർക്കത്തിൽ അറിയിച്ചാൽ ആ ഉമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിക്കാനുള്ള സഹായഹസ്തങ്ങള് മർക്കസ് സഖാവത്ത് സുന്നിയയിൽ നിന്ന് കൈമാറുന്നത് രാഷ്ട്രീയപരമോ സംഘടനാപരമായ സംഘീയത്വത്തിന്റെ വൃത്താന്തങ്ങളിൽ നിന്നുകൊണ്ടല്ല, സർവോപരി സമുദായത്തിലെ വിധവകളുടെ കണ്ണുനീരക്കുക എന്ന നിറഞ്ഞ മനത്തോടുകൂടെയാണ്. അറിയോ നിങ്ങൾക്ക്, 1500ഓളം വരുന്ന എട്ടും കെട്ടും തിരിയാത്ത മലകുടി പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽക്ക് ഈ രാജ്യത്ത് 1500ഓളം വരുന്ന അനാഥ മക്കളെ അവർക്ക് വേണ്ട അന്നം, അവർക്ക് വേണ്ട ജീവിത സൗകര്യങ്ങള്, ആ സംരക്ഷണങ്ങള് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതൻ ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിലോ ആധികാരികമായി ഞങ്ങൾ പറയുന്നു, അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തിന്റെ കാര്യദർശി, കാരന്തൂർ മർക്കസിന്റെ സാരഥി, അഭിവന്യരായ ഞങ്ങളുടെ ഗുരുവര്യർ, ആദരണീയരായ ശൈഖുനാ കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാരാണെന്ന് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യത്തോടുകൂടെ പറയാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊരു മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനമാണ്. കുറവ് കാരണമോ മാതാവിന് തുണയില്ലാതാവുന്നത് നിമിത്തമോ അംഗവൈകല്യമോ മറ്റോ യതീംഖാനയിൽ ചേർത്ത് പഠിപ്പിക്കാൻ കഴിയാത്ത അനാഥകളെ അവരുടെ വീട്ടിൽ തന്നെ നിർത്തി സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ബൃഹത് പദ്ധതി സമൂഹത്തിന്റെ മുക്തകണ്ഠ പ്രശംസയ്ക്ക് പാത്രമായിരിക്കുന്നു. 11 മക്കൾക്ക് ആശ്രയമേകുകയാണ് ഹോം കെയർ പദ്ധതി. സ്വസ്ഥമായി താമസിക്കാൻ ഒരു നല്ല വീട് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത 10 വയസ്സിനുമിടയിൽ പ്രായമുള്ള 1000ഓളം അനാഥകളെ മർക്കസ് ഹോം കെയറിന് കീഴിൽ സംരക്ഷിച്ചു വരുന്നു. 1000 യതീം കുട്ടികൾക്ക് ആശ്വാസം നൽകുന്ന ഓർഫൻ ഹോം കെയർ പദ്ധതി. ഈ പദ്ധതിയിലൂടെ യതീം കുട്ടികളുടെ സംരക്ഷണം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 1 വർഷത്തേക്ക് 8000 രൂപ അയച്ചു തരേണ്ടതാണ്. പിതാക്കൾ മരണപ്പെട്ടവരും ഹോസ്റ്റലിൽ താമസിക്കാൻ പ്രായമെത്തിയിട്ടില്ലാത്തവരുമായ പിഞ്ചുകുട്ടികൾക്ക് അവരുടെ വീടുകളിൽ മാസാന്തം സഹായങ്ങൾ എത്തിക്കുന്ന ഈ സ്കീമിൽ കുട്ടികളുടെ പേർ രജിസ്റ്റർ ചെയ്യുവാനും ദത്തെടുക്കാൻ സന്നദ്ധതയുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് സംഭാവനകൾ ശേഖരിക്കുവാനും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അറിയോ നിങ്ങൾക്ക്, വിധവകളുടെ കണ്ണുനീരൊപ്പാൻ, അനാഥകൾ കത്താണിയാകാൻ, ഐത്താമുകളുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി സഞ്ചരിക്കാൻ മർക്കസ് എന്ന് പറയുന്ന സാമുദായിക സമുദ്ധാരണത്തിന്റെ വിളക്കുമാടം അതിനെ കത്തിജ്വലിപ്പിച്ചു നിർത്താൻ, മർക്കസിന്റെ ഒരു ദിവസത്തെ പ്രയാണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു ദിവസം നേരം പുലർന്ന് വൈകുന്നേരമാകുന്നതിന്റെ മുമ്പായി തന്റെ കൈകളിൽ 3 ലക്ഷത്തിലധികം വരുന്ന കാശ് കിട്ടിയില്ലെങ്കിൽ ആ 3 ലക്ഷത്തിലധികം വരുന്ന കാശ് ഒരു ദിവസത്തെ പ്രഭാതത്തിൽ ഉദാരമതികളിലൂടെ തന്റെ കൈകളിലെത്തിയില്ലെങ്കിൽ അനാഥകളുടെ കണ്ണുനീരിനെ കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ട്, വിധവകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ആയിരക്കണക്കായ അനാഥകളുടെ നാളത്തെ പ്രഭാത ഭക്ഷണത്തെ കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ട് കരഞ്ഞുണങ്ങിയ കണ്ണുകളുമായി പാതിരാവുകളിൽ തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിന്റെ ദർബാറുകളിലേക്ക് കൈകളുയർത്തുന്ന ഒരു പണ്ഡിതൻ ഇന്ത്യയിലുണ്ടെങ്കിലോ അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശി, ആത്മീയ നവോത്ഥാനത്തിന്റെ ആധുനിക സാരഥി ശൈഖുനാ കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാരാണ്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ കാർമ്മികത്വത്തിലുള്ള ഒരു യതീംഖാനക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉത്തരവാദപ്പെട്ട അധികാരികളുടെ ഒരു അംഗീകാരം നേടിത്തരാൻ ആരും വ്യാകുലപ്പെടേണ്ടതില്ല. അങ്ങനെ 10 സ്കൂളുകൾ കാന്തപുരം ഉസ്താദിന്റെ അധികാര കേന്ദ്രത്തിലെത്തിയാൽ അതിന്റെ പേരിൽ ആരും സങ്കടപ്പെടേണ്ടതും ഒറ്റവെക്കേണ്ടതുമില്ല. കാന്തപുരം ഉസ്താദിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ
ഈ രാഷ്ട്രത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സമുദ്ധാരണങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അശരണരുടെയും അഗതികളുടെയും അനാഥകളുടെയും കണ്ണുനീരപ്പാൻ വേണ്ടി ഇവിടെ പടുത്തുയർത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട അധികാരികളോട് ഒപ്പുചേർക്കാൻ അമാന്തിച്ചു നിൽക്കേണ്ടതില്ല. അങ്ങനെ വല്ല ഒപ്പുകളും വല്ല കടലാസുകളിലും വീണ് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ആരും കവലകളിൽ ഒറ്റവെക്കേണ്ടതില്ല. അത് ഈ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. അത്തരം പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അധികാരി വർഗങ്ങളും രാഷ്ട്രീയ പ്രവർത്തകന്മാരും മാർക്സ് പഠിച്ചറിഞ്ഞ് അതിനെ ശരിവച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ മാർക്സിലെ അശരണരെയും അഗതികളെയും സഹായിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനം അതിലൊരിക്കലും പുറംതിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യസ്നേഹപരമായ ഒരു പ്രസ്ഥാനമാണ്. ഒരു അനാഥാലയം നടത്തുന്നു. സാധാരണഗതിയിൽ ആരും അതിനെ അനുമോദിക്കുകയില്ല. ഈ സമൂഹത്തിൽ അശരണരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ ആർക്ക് തള്ളിപ്പറയാൻ കഴിയും? അതുപോലുള്ള മറ്റു പ്രവർത്തനങ്ങൾ അത്തരം കുട്ടികളെ കൊണ്ടുവന്ന് നല്ല സമൂഹത്തിലെ യോഗ്യരാക്കി മാറ്റുന്ന പ്രവർത്തനം എന്നത് എത്ര കണ്ട് മെച്ചപ്പെട്ട പ്രവർത്തനമാണ്. ആ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ വന്യവയോധികരായ പണ്ഡിതൻ നിർവഹിക്കുന്ന ത്യാഗങ്ങൾ എത്രയാണ്. നിങ്ങൾ കടന്നുവരൂ. മർക്കസ് സഹാബത്തി സുന്നിയയിൽ അതിരാവിലെ കടന്നുവരുന്ന എത്ര ഹതഭാഗ്യരും ദരിദ്രരുമായ ജനങ്ങളാണ്. ശൈഖുനാ കാന്തപുരം ഉസ്താദ് സുബഹി നിസ്കാരം കഴിഞ്ഞ് തന്റെ ബുഖാരി സബക്കിലേക്ക് കടന്നുപോയി. ആ ക്ലാസ്സിൽ വെച്ചുകൊണ്ട് വിവിധങ്ങളായ വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിന്റെ വൈജ്ഞാനിക ശാഖകളിൽ വിശദീകരണങ്ങൾ നൽകുന്ന കാന്തപുരം ഉസ്താദ് 11 മണിവരെ കൽക്കത്തക്കാരനും ജാർഖണ്ഡുകാരനും ഒറീസക്കാരനും തമിഴ്നാട്ടുകാരനും കർണാടകക്കാരനും മലയാളിയുമായ വിവിധങ്ങളായ പണ്ഡിതന്മാർ 700-ലധികം വരുന്ന പണ്ഡിത ബിരുദധാരികൾക്ക് ഇസ്ലാമിന്റെ അഗാധമായ ജ്ഞാനം കൈമാറി തന്റെ വിശ്രമമില്ലാത്ത ജീവിതം 11 മണി കഴിഞ്ഞ് തന്റെ ഓഫീസിലേക്ക് കടന്നു വരുന്ന രംഗം. അവിടെ കടന്നു വരുമ്പോൾ ആരാണ് അവിടെയുള്ളത്? അവിടെ നമ്മുടെയൊക്കെ ഗ്രാമവീഥികളിൽ നിന്ന് കടന്നു വന്ന അന്ധന്മാരായ സഹോദരന്മാരുണ്ട്. തന്റെ മക്കളുടെ സങ്കടം പറഞ്ഞുകൊണ്ട്, ജോലി ചെയ്യാൻ കഴിയാത്ത സങ്കടപ്പാട് പറഞ്ഞുകൊണ്ട് കടന്നു വന്നവരുണ്ട്. ഇവിടെ ഇതുപോലെയുള്ള ഗ്രാമവീഥികളിൽ നിന്ന് ഒരു മഹല്ലത്തിലെ പള്ളിയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി അവിടുത്തെ ആഗോള ബന്ധത്തിൽ ഉപകാരങ്ങൾ തേടി കടന്നു വന്നവരുണ്ട്. മദ്രസയുടെ കഥ പറഞ്ഞ് കടന്നു വന്നവരുണ്ട്. ഇങ്ങനെയുള്ള വിവിധങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി അതിരാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് വിവാഹപ്രായമെത്തിയ തന്റെ പെൺകുട്ടിയുടെ മുഖത്തു നോക്കാൻ മനസ്സിന് സാധിക്കാതെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങളുമായി കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിൽ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് വേണ്ടി സങ്കടപ്പാടുകൾക്ക് വേണ്ടി വന്ന മനുഷ്യന്മാര് നിത്യരോഗിയായ തന്റെ മകന്റെ കൈപിടിച്ച് കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിൽ വന്ന് അവിടത്തെ കൈത്തലങ്ങളെ കൊണ്ട് ഊതിക്കെട്ടുന്ന നൂല് തന്റെ മകന്റെ കയ്യിൽ കെട്ടിയാൽ അതുകൊണ്ട് തന്റെ മകന്റെ ശാരീരിക ആഫിയത്ത് തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് ബോധ്യമുള്ള പിതാക്കൾ അവിടെയുണ്ട്. 11 മണിവരെ ക്ഷീണമില്ലാതെ ക്ലാസ് എടുത്ത അള്ളാഹുവിന്റെ ദീന് പ്രകാശിതമാക്കിയ ശൈഖുനാ കാന്തപുരം ഉസ്താദ് തന്റെ ഓഫീസിൽ വന്ന് അരമണിക്കൂർ വിശ്രമിക്കുന്നില്ല. ഈ സമുദായത്തിന് വേണ്ടി ഇടപെടലുകൾ നടത്തുകയാണ്. അങ്ങനെയുള്ള ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ ഓഫീസ്, പ്രിയപ്പെട്ടവരെ, ഇത് ആഖിറത്തിലെ കാര്യമല്ല, ഇത് ഖബറിൽ നടക്കുന്ന കാര്യമല്ല പറയുന്നത്. നേരിട്ട് ഇതിലെ സ്ട്രൈറ്റായി പോകുന്ന വാഹനത്തിൽ കാരന്തൂർ കുന്നമംഗലം റൂട്ടിലേക്ക് കയറിയിട്ട് മർക്കസ് നഗരിയിൽ ഇറങ്ങിയാൽ അവിടുത്തെ ഓഫീസിൽ കാണുന്ന ഹൃദയഹാരിയായ രംഗങ്ങളാണ്. അവിടെ കടന്നു ചെന്നവരെല്ലാം അത് കണ്ടെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രേരിതങ്ങളായി, സംഘടനാ സങ്കുചത്തിന്റെ അടിമകളായി ഇനിയും നവോത്ഥാന പ്രവർത്തനങ്ങളോട്, ഇനിയും ധാർമ്മിക വിപ്ലവങ്ങളോട് ഈ കവലയിൽ എന്നെ കേൾക്കുന്ന ഒരു പ്രബുദ്ധ മനസ്സും പുറംതിരിഞ്ഞു നിൽക്കരുതേ എന്ന് വിനയത്തോടുകൂടെ അപേക്ഷിക്കുകയാണ്. അവിടെ കടന്നു വന്ന പൊതുമണ്ഡലത്തിലെ പ്രവർത്തകന്മാർ ആ നഗ്ന സത്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ പാർലമെന്റിലെ പ്രഗത്ഭനായ പാർലമെന്റേറിയൻ നമ്മുടെ MD-യായ MI ഷാനവാസ്, അദ്ദേഹം ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ സന്നിധാനത്തിൽ കണ്ട ഹൃദയഹാരിയായ കാരുണ്യ പ്രവർത്തനങ്ങളുടെ മഹത്തായ സന്ദേശങ്ങൾ വാചാലമായി വിശദീകരിക്കുകയാണ്. ഈ സമുദായത്തിന് പ്രകാശമായി നിലനിൽക്കുന്ന മഹത്തായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് AP ഉസ്താദ് അവർകൾ. തൊട്ടതൊക്കെ പൊന്നാക്കി ചെല്ലുന്ന മേഖലകളിലൊക്കെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഉള്ള പ്രചാരണം നടത്തുന്നതോടൊപ്പം ഈ സമൂഹത്തെ ഒന്നായി കാണാൻ,
മതവൈരി കൂടാതെ ഈ സമൂഹത്തെ ഒരുമിപ്പിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമം എത്ര ശ്ലാഘനീയമാണെന്ന് പറഞ്ഞാലും മതിയാവുകയില്ല. സർവമത മൈത്രിക്ക് വേണ്ടി അദ്ദേഹം ഉയർത്തുന്ന അദ്ദേഹത്തിന്റെ പണ്ഡിത ശ്രേഷ്ഠമായ സമരം, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ്. ഒരു പാവപ്പെട്ട സമുദായത്തെ ഉയർത്തുവാൻ അദ്ദേഹം നടത്തിയ സംഭാവനകൾ അവിസ്മരണീയമാണ്. ഓരോ ദിവസവും അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വളരുന്ന ഒരു പ്രസ്ഥാനമുണ്ട് എങ്കിൽ AP ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. കണ്ണടച്ച് തുറക്കുന്നത് പോലെ വളർച്ചയാണത്. എത്രയോ ആളുകളാണ് മർക്കസിൽ വന്നു പോകുന്നത്. അത്ഭുതപ്പെട്ടു പോകും. തിരക്കിന്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്നപ്പോൾ പൂർണ്ണ അന്ധനായ ഒരു ചെറുപ്പക്കാരൻ വരികയാണ് ജോലിക്ക് വേണ്ടി. ആ വലിയ തിരക്കിന്റെ ഇടയിൽ ക്ഷമയോടുകൂടി കണ്ണ് കാണാത്തവന്റെ തലയിലേക്ക് തലോടി അവനെ ആശ്വസിപ്പിച്ച് അവന് പ്രതീക്ഷകൾ കൊടുത്ത് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ഏൽപ്പിച്ചപ്പോൾ കാണാത്ത എപ്പോഴും ഇരുട്ട് കാണുന്ന ആ കണ്ണിലെ പ്രകാശമായി AP ഉസ്താദ് അവരുകള് മാറുന്നതിന്റെ ദൃക്സാക്ഷിയായി ഞാൻ കണ്ടു. എല്ലാത്തിനേക്കാൾ ഉയരത്തിൽ നിന്നുകൊണ്ട് യഥാർത്ഥ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങളെ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിന് മുഴുവൻ ഉത്തുംഗ മാതൃകയായ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദേശങ്ങൾ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു മഹത്തായ കർമ്മമാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ടീമുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന ഈ നേതൃത്വം, അവിടെ ഇരിക്കുന്ന ഈ നേതൃത്വം, എന്തൊരു വലിയ വ്യക്തിപ്രഭാവങ്ങളാണത്. മതസ്പർദ്ധ ഉണ്ടാക്കുവാനല്ല ഉസ്താദ് പഠിപ്പിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് ശിഷ്യഗണങ്ങൾ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. 1000-കണക്കിന് പള്ളികളുടെ മെമ്പറുകളിൽ നിന്ന് വെള്ളിയാഴ്ച അവരുടെ ശബ്ദം കേൾക്കുന്നു. എല്ലാ ഭാഗങ്ങളിലും പല സ്റ്റേജുകളിൽ അവരുടെ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നു. യഥാർത്ഥ രീതിയിൽ ഈ സമൂഹത്തെ കാണുന്നു, സ്നേഹിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് കാണുന്ന പ്രത്യേകത എന്താണെന്നറിയാമോ? ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല. എത്ര വിമർശിച്ചവരും എത്ര എതിർത്തവരും മുമ്പിൽ ചെന്നാലും സ്നേഹത്തോടുകൂടി അവരെ പരിചരിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ആ മനസ്സുണ്ടല്ലോ. അതെവിടുന്ന് കിട്ടിയെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പിൻഗാമിയിൽ നിന്നും. കേരളത്തിന്റെ ഐശ്വര്യമാണ്. ഇത് വളരട്ടെ. ഞാനിതാ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലെ ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു. ഹിയർ ഈസ് കാന്തപുരം AP അബൂബക്കർ ഉസ്താദ്. When comes one another, ഇതുപോലൊരാൾ എന്നവരും ഈ സിംഹാസനത്തിലിരിക്കുവാൻ യോഗ്യതയുള്ള ആരും ഇനി ഉണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ സവിശേഷതകൾ ഉയർത്തിക്കാണിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ആ സംസ്കാരം അദ്ദേഹം സ്വയത്തമാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയിൽ നിന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശമുണ്ട്. ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിത്വം, കേരളീയ മനസ്സുകളെ വെട്ടിപ്പിടിക്കുവാൻ കാന്തപുരം ഉസ്താദ് ഉപയോഗിച്ച ആയുധം തന്റെ വശ്യമായ പുഞ്ചിരി. പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വിഭാഗീയതക്കിടം കൊടുക്കാത്ത നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന ആവശ്യമായ പുഞ്ചിരി. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകാലം ത്യാഗോജനമായ പ്രവർത്തനങ്ങളുമായി കാന്തപുരം ഉസ്താദ് കവലകളിലൂടെ ഓടിപ്പാഞ്ഞപ്പോൾ തെറ്റിദ്ധാരണയുടെ ഭാഗമായി അദ്ദേഹത്തെ കല്ലെറിഞ്ഞവരുണ്ടായിരുന്നു, കൂക്കി വിളിച്ചവരുണ്ടായിരുന്നു, പരിഹസിച്ചവരുണ്ടായിരുന്നു. അസഹ്യമായ ആരോപണങ്ങളെ കൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലങ്ങളെ മലീമസമാക്കിയവരുണ്ടായിരുന്നു. ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഇങ്ങനെയുള്ള സേവന
പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോഴും അദ്ദേഹം സമുദായ ദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടു. ഏതെങ്കിലും പ്രത്യേകമായ രാഷ്ട്രീയ പ്രവർത്തനത്തെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തനം നടത്തുന്ന സംഹാര ശക്തിയായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഏതെങ്കിലും ചില പ്രത്യേക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്ന പണ്ഡിതനായി വിശദീകരിക്കപ്പെട്ടു. എന്തെല്ലാം ആരോപണങ്ങൾ വന്നപ്പോഴും എന്തെല്ലാം പ്രതിസന്ധികൾ വന്നപ്പോഴും തന്റെ നിഷ്കളങ്ക മനസ്സിൽ നിന്ന് വശ്യമായ പുഞ്ചിരി മാത്രം പ്രതികരണമായി കൈമാറി. ഒരു ദിവസം വൈകുന്നേരങ്ങളിൽ 4-5 പ്രഭാഷണ പരിപാടികളിൽ ആയിരങ്ങളെ അഭിസംബോധനം ചെയ്യുന്ന ശൈഖുന കേരളത്തിലെ കഴിഞ്ഞ കാല പൊതുപ്രവർത്തനങ്ങളിൽ ലക്ഷക്കണക്കായ മലയാളികളോട് ആയിരക്കണക്കായ വേദികളിൽ അഭിസംബോധനം ചെയ്ത കേരളത്തിലെ പ്രഗത്ഭനായ പണ്ഡിതൻ താൻ കടന്നു വരുന്ന ഗ്രാമങ്ങളിൽ തന്നെ ആക്ഷേപിക്കുന്നവരുണ്ട്, തന്നെ പരിഹസിച്ചവരുണ്ട്, തന്നെ കല്ലെറിഞ്ഞവരുണ്ട്. ഇന്നുവരെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലോ തന്റെ പ്രതിയോഗിയായ ആദർശപ്പൊരുത്തമുള്ള ഒരു പണ്ഡിതനെയോ സെയ്ദിനെയോ അഭിഷേകം ചെയ്ത ഒരു വാചകം ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ചുണ്ടുകളിൽ നിന്ന് പ്രബുദ്ധ മലയാളികൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് എത്രത്തോളം അസഹ്യമായ, പക്ഷേ സമുദായത്തിൽ ആദർശപ്പൊരുത്തമുള്ള ആലിമീങ്ങളും സാദാത്തുക്കളും തെറ്റുദ്ധാരണജനകമായ സാഹചര്യ സമ്മർദ്ദങ്ങളിൽ അകന്നു ജീവിച്ച കാലഘട്ടങ്ങളിൽ സമുദായത്തിലെ ഒരു ബഹുഭൂരിഭാഗം വരുന്ന ഉമറാക്കളോ പള്ളി കൈകാര്യം ചെയ്യുന്ന കാരണവന്മാരോ നാട്ടിലെ മഹാന്മാരായ ഉമറാക്കളോ ആ ഉമറാക്കളാകുന്ന നിഷ്കളങ്ക വിശ്വാസികളുടെ മനസ്സുകളിലേക്ക് പ്രചണ്ഡമായി അഴിച്ചുവിട്ടപ്പെട്ട ദുരാരോപണങ്ങളിൽ അവർ ആ പണ്ഡിതനെ തെറ്റിദ്ധരിച്ചു, അവർ ആ പണ്ഡിതനെതിരെ പ്രവർത്തിച്ചു. പക്ഷേ കാന്തപുരം ഉസ്താദ് അതെല്ലാം തിരുത്തി. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം കൊണ്ട് കാന്തപുരം ഉസ്താദ് സമൂഹത്തെ ബോധ്യപ്പെടുത്തി അദ്ദേഹം പ്രവർത്തിച്ചത് ഏതെങ്കിലും രാഷ്ട്രീയത്തിന് അനുകൂലമോ പ്രതികൂലമോ ആയിരുന്നില്ല. അദ്ദേഹം നൽകിയ സംഭാവനകൾ ഈ സമുദായത്തിന് ദ്രോഹകരമായിരുന്നില്ല. അത് ഈ ഉമ്മത്തിന് വേണ്ടിയുള്ളതാണ്, അത് ഈ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്, അത് ഈ സമുദായത്തിന് വേണ്ടിയുള്ളതാണ്. അത് ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലുള്ള നേതൃപരമായ പങ്ക് വഹിക്കലാണ്. ആത്മീയ രഥത്തിലേറി ആ പണ്ഡിതൻ നടത്തിയ നവോത്ഥാന വിപ്ലവത്തെ തിരിച്ചറിച്ചവർ മുഴുവനും തിരിച്ചറിഞ്ഞു തുടങ്ങി. അങ്ങനെ അടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് നല്ല ഉമറാക്കളും നല്ല മനസ്സുകളും കടന്നു വന്നപ്പോൾ കാന്തപുരം ഉസ്താദ് അതിന് പിന്തുണ നൽകി. തന്റെ ജന്മനാട്ടിൽ അവിടെ ഈ രാജ്യത്തെ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ സംഘടനയിൽപ്പെടാത്ത ആളുകളുടെ കൂടി പങ്കാളിത്തമുള്ള ഒരു പള്ളി, ആ പള്ളിയുടെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ചർച്ച വന്നപ്പോൾ കാന്തപുരം ഉസ്താദ് തന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം പറഞ്ഞു, ആ പള്ളി ഞാൻ നിർമ്മിച്ചു തരാം. അതിൽ കാന്തപുരം ഉസ്താദ് തന്റെ സംഘടനയുടെ ഭാഗമായി ആ പള്ളി എഴുതി ചേർക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ തനിക്ക് മാത്രമേ പങ്കെടുക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കളടക്കം പങ്കെടുത്ത ആ സമ്മേളനത്തിൽ കാന്തപുരം ഉസ്താദ് തെറ്റിദ്ധരിച്ചുപോയ ഉമറാക്കൾ, ആദരണീയരായ മഹല്ല് കാരണവന്മാർ അടുക്കാനുള്ള സന്മനസ് കാണിച്ചപ്പോൾ ആ സന്മനസ്സിന്റെ മുമ്പിൽ വിനയത്തോടുകൂടെ വാതിൽ തുറന്നു വെച്ച കേരളത്തിലെ ഏറ്റവും ആദരണീയനായ പണ്ഡിതന്റെ പ്രവാചക പിൻഗാമിയുടെ മാതൃക സ്വീകരിച്ച ഒരു വിനയായ പണ്ഡിതന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം അവിടെയും പ്രജ്വലിക്കുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവും ചന്ദ്രികയുടെ എഡിറ്ററുമായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നാട്ടുകാരൻ കൂടിയായ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളത്തിന്റെ വാക്കുകളിലൂടെ ആ സത്യം നമുക്ക് കൂടുതൽ ബോധ്യമാവുകയാണ്. ഈ കാന്തപുരം പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ വളരെയധികം ശ്ലാഘിക്കപ്പെടേണ്ട പ്രവർത്തനങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ മുസ്ലിം സമുദായം, മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി നീങ്ങുകയും അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയുമാണ്. ഈ നടത്തിവരുന്നതിന്റെ ഭാഗമായിട്ടാണ് കാന്തപുരം ടൗൺ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടന പരിപാടി ഈ അടുത്ത ദിവസം നടന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് താല്പര്യമെടുത്തിട്ടാണ് അവിടെ കാന്തപുരം അങ്ങാടിയിൽ ഏറ്റവും മനോഹരമായ മസ്ജിദ് ഇവിടെ നിർമ്മിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങുന്നതിന്റെ ഭാഗമാണ്. ഇവിടെ ഞങ്ങൾ വളരെ യോജിച്ച് നീങ്ങുകയാണ്. കാരണം ഞങ്ങളെല്ലാം മുസ്ലിം ലീഗിന്റെ ആളുകളാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുസ്ലിം സമൂഹത്തിന്റെ യോജിപ്പാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഏകദേശം 20 കൊല്ലക്കാലം
സമുദായത്തിലെ പ്രഗത്ഭരായ രണ്ട് നേതൃത്വം, ആദരണീയരായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ശൈഖുനാ കാന്തപുരം ഉസ്താദും സാഹചര്യ സമ്മർദ്ദങ്ങളുടെ ഇടയിലൂടെ അകന്നുകൊണ്ട് ജീവിച്ച കാലഘട്ടം ഈ രാജ്യത്ത് ഒരുപാട് മാതാപിതാക്കളെയും മുസ്ലിം സമുദായത്തെയും മഹല്ലുകളെയും വേദനിപ്പിച്ച ഒരു അധ്യായം. ആ അധ്യായം മറന്നുകൊണ്ടടുക്കാനുള്ള നല്ല സാഹചര്യം തെറ്റിദ്ധാരണകൾ വലിച്ചെറിഞ്ഞ് ഉമറാക്കളുടെ മനസ്സുകളിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അതിന് കൂടുതൽ പ്രചോദനം നൽകുകയാണ്. ഒരു പൂനൂരിലെ പള്ളി മാത്രമല്ല, ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ കാർമ്മികത്വത്തിൽ പൂർണ്ണമായി തന്റെ സ്വാധീനത്തിൽ നിർമ്മിച്ച മംഗലാപുരത്തെ പള്ളിയിലെ തന്നെ ഏറ്റവും സൗകര്യമുള്ള പ്രൗഢിയുള്ള പള്ളി, ആ പള്ളി ശൈഖുനാ കാന്തപുരം ഉസ്താദ് നിർവഹിച്ച് ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ആദരണീയരായ ശിഹാബ് തങ്ങളെ ശൈഖുനാ കാന്തപുരം ഉസ്താദ് ക്ഷണിക്കുകയാണ്. കാലങ്ങളായി അകന്നുപോയ ആ ദുരന്തങ്ങൾ പരസ്പരം ധാരണപ്പെട്ടുമാറ്റി അടുക്കാനുള്ള സാഹചര്യം സംജാതമായപ്പോൾ അതിനെ പരിപോഷിപ്പിക്കാനുള്ള ഏറ്റവും വിട്ടുവീഴ്ചയുടെ പ്രവാചക മാതൃക ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഉയർത്തിപ്പിടിക്കുകയാണ്. യോഗാതുരമായ ജീവിത ചുറ്റുപാടുകളിലും അങ്ങകല മംഗലാപുരത്തെ പള്ളിയുടെ ഉദ്ഘാടനത്തിലേക്ക് ശൈഖുനാ കാന്തപുരം ഉസ്താദ് പാണക്കാട് തങ്ങളെ ക്ഷണിക്കുമ്പോൾ ഈ ഉമ്മത്തിന് വളരെ ശക്തമായ ദൈക്ഷണികമായ ദിശാബോധം കൈമാറാൻ വേണ്ടി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങള് രോഗത്തെ മറന്നുകൊണ്ട് മംഗലാപുരത്തേക്ക് യാത്ര ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ കർമ്മ പദ്ധതികൾ, അദ്ദേഹം നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ, അദ്ദേഹം നിർമ്മിക്കുന്ന പള്ളികൾ, അദ്ദേഹം നിർമ്മിക്കുന്ന മതകലാലയങ്ങൾ അതേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി അനുകൂലമോ പ്രതികൂലമോ ആയുള്ളതല്ല, ഏതെങ്കിലും ഒരു സാമുദായിക വിരുദ്ധർക്ക് വേണ്ടിയുള്ളതല്ല. അത് ഈ ഉമ്മത്തിന് വേണ്ടിയുള്ളതാണ്, അത് ഈ സമുദായത്തിന് വേണ്ടിയുള്ളതാണ്. ഇനിയും കാന്തപുരം ഉസ്താദിനെ ഒറ്റപ്പെടുത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. ഇനിയും കാന്തപുരം ഉസ്താദിന്റെ കർമ്മ പദ്ധതികൾക്ക് കൈനീട്ടുന്നതിൽ നിന്ന് ഈ സമുദായത്തിലെ ആദരണീയരായ ഉമറാക്കള് തെറ്റിദ്ധാരണയുടെ ഭാഗമായി പുറംതിരിഞ്ഞു നിൽക്കരുത്. ആ സയ്യിദവറുകൾ വഫാത്താകുന്നതിന്റെ മുമ്പ് മുസ്ലിം സാമുദായിക കൈവലിക്ക് നൽകിയ ശക്തമായ ദിശാബോധം പ്രിയപ്പെട്ട സഹോദരന്മാരെ പിന്നീട് സമുദായത്തിലെ ഉമറാക്കളെ ഏറ്റെടുത്തു. ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് ആദരണീയനായ സി മൊയ്ൻകുട്ടി അദ്ദേഹം ആ കാര്യം കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാചകങ്ങൾ വളരെ വ്യക്തമാണ്. ശൈഖുനാ കാന്തപുരം ഉസ്താദ് കക്ഷി രാഷ്ട്രീയ വിദ്വേഷങ്ങൾക്കൊന്നും വഴിപ്പെടാതെ ആ വിദ്വേഷങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു ശൈഖുനാ കാന്തപുരം ഉസ്താദ് എന്ന് അദ്ദേഹം ഊന്നി പറയുകയാണ്. മുഹൂർത്തത്തിൽ വളരെ പരിമിതമായ രണ്ട് വാക്കിലൂടെ ഞാൻ ആശംസകൾ നേരാൻ ആഗ്രഹിക്കുന്നത്, സംശയം വേണ്ട, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് തന്നെ കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്താഗതികൾക്കൊക്കെ അതീതമായി ഒട്ടേറെ ചരിത്ര സ്മരണകൾ അയവിറക്കുന്ന ഈ പൂനൂരിന്റെ മണ്ണിൽ മഹാനായ പണ്ഡിതൻ കാന്തപുരം ഉസ്താദിനെ നമ്മൾ നെഞ്ചേറ്റുകയാണ്, നമ്മൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഒരു മഹാപ്രസ്ഥാനം നട്ടു നനച്ച് പടർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായി കേരളത്തിനകത്തും പുറത്തും ദേശീയ അന്തർദേശീയ തലങ്ങളിലും ഉയർന്നു നിൽക്കുകയാണ്. അതിന്റെ മഹാരഥനായ സാരഥിക്ക് നമ്മൾ നൽകുന്ന ഈ വരവേൽപ്പ് ഈ പ്രദേശം കൂടി ആദരിക്കപ്പെടുക തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് അനന്തമായ സന്തോഷമാണുള്ളത്.